Hi students, we will discuss about the third point, the scientific nature of psychology. Psychology എന്നുള്ളതിൻ്റെ സയൻറ്റിഫിക്കലായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള നേച്ചർ എങ്ങനെയാണെന്നുള്ളത്. Contemporary psychologists have always defined psychology as a science of behavior. ഇന്ന് ഇപ്പം കണ്ടംപററി ആയിട്ടുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്താണ്? സൈക്കോളജി എന്നാൽ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ്. But it is a science like physics, chemistry, biology and zoology or something different. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പോലെയുള്ള ഒരു സയൻസ് തന്നെയാണ് എന്ത്? സൈക്കോളജി. In this section we will look at some of the definitions of science. We will also discuss the nature and characteristics of science, try to understand psychology. സയൻസിലെ ക്യാരക്ടറിസ്റ്റിക്സ് അത് സൈക്കോളജിയിൽ എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കും. സയൻസിൻ്റെ ചില ഡെഫിനിഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സയൻസ് ഈസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഗ്യാതേർഡ് ത്രൂ കെയർഫുള്ളി ഒബ്സർവിങ് ആൻഡ് മെഷറിങ് ഇവൻറ്റ്സ്. സയൻസ് എന്താണ്? അതൊരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡിയാണ് നോളജിൻ്റെ. എങ്ങനെയാണ് ആ നോളജ് ഗ്യാദർ ചെയ്യുന്നത്? നമ്മൾ പല ഇവൻറ്റുകളും കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്തും മെഷർ ചെയ്തും ഉണ്ടാക്കുന്ന ഒന്നാണ് സയൻസ്. നെക്സ്റ്റ്, സയൻസ് ഈസ് അപ്രോച്ച് ടു നോളജ്. സയൻസ് എന്താണ്? നോളജിനേക്കുള്ള ഒരു അപ്രോച്ചാണ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ അറിവ് സമ്പാദിക്കുന്നതാണ് സയൻസ് എന്നുള്ളൊരു ഡെഫിനിഷൻസും കൂടെയുണ്ട്. The sole aim of science is to classify, understand, and identify the objects and phenomena of material world. എന്താണ് സയൻസിൻ്റെ സോൾ എയിം എന്ന് പറയുന്നത്? പല ഒബ്ജക്റ്റുകളെയും യൂണിഫൈ ചെയ്യാനും അതുപോലെ തന്നെ പല പ്രതിഭാസങ്ങൾ മെറ്റീരിയൽ വേൾഡിലുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ സോൾ എയിം. By using a combination of accurate observation and experimentation, logic and intuition, scientists seek to understand the rules that govern all levels of the natural universe. നാച്ചുറൽ യൂണിവേഴ്സിലെ പല കാര്യങ്ങളെക്കുറിച്ചും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അതൊക്കെ അറിയാൻ പറ്റും സയൻസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത്. ഇനി സയൻസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? 1.3.1 ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ദ ഒബ്സർവേഷൻ ഓഫ് ഇവൻറ്റ്സ് ആർ സിസ്റ്റമൈസ്ഡ് ഇൻ വേരിയസ് വേസ്. പല ഇവൻറ്റുകളും പല വിധത്തിലാണ് സിസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് മെയിൻലി ബൈ ക്ലാസിഫൈങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ജനറൽ മോഗൻ ആണ് പല ക്യാരക്ടറിസ്റ്റിക്സും സയൻസിന് നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? സൈക്കോളജി എന്താണ്? ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അതുപോലെ തന്നെ അതും പല എക്സ്പെരിമെൻറ്റുകളും നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജി ആൻഡ് സയൻസ് ഇതിന് ബോത്തായിട്ട് ഒരു സയൻസിന്, ഒരു ശാസ്ത്രത്തിന് സൈക്കോളജി ആസ് എ സയൻസ് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എംപിരിക്കൽ ഒബ്സർവേഷൻ. എംപിരിക്കൽ എന്ന് വെച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു കാര്യത്തിനെയാണ് എംപിരിക്കൽ എന്ന് പറയുന്നത്. സൈക്കോളജി ആസ് എ സയൻസ്, സൈക്കോളജി ഒരു സയൻസ് അതിനാൽ ദ ഫസ്റ്റ് ഓഫ് ഓൾ ആൻ എംപിരിക്കൽ പ്രോസസ്സ്. അതെന്താണ്? എംപിരിക്കൽ പ്രോസസ്സാണ്. ദറ്റ് ഈസ് ടു സേ ഇറ്റ് റെസ്റ്റ് ഓൺ എക്സ്പെരിമെൻ്റ് ആൻഡ് ഒബ്സർവേഷൻ. സയൻസ് എന്തിലാണ് നിലനിൽക്കുന്നത്? പല പരീക്ഷണങ്ങളിലെയും അതുപോലെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടും. ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷണങ്ങളിലൂടെയാണ് എന്ത് നടക്കുന്നത്? സയൻസ്, ആ ഒരു സയൻസ് നിലനിൽക്കുന്നത്. റാദർ ദാൻ ആർഗ്യുമെൻറ്റ്. നമ്മൾ വെറുതെ എന്തെങ്കിലും പോയി അങ്ങനെ അന്ന് ആർഗ്യ ചെയ്താൽ പോരെ. അതിനെന്ത് വേണം? എക്സ്പെരിമെൻ്റ് ചെയ്യണം. തെളിവുകളോ ഒക്കെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒപ്പീനിയൻ ഓർ ബിലീഫ്. നമ്മൾ വെറുതെ നമ്മൾ എങ്ങനെയാണെന്ന് ആർഗ്യ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ വിശ്വാസങ്ങളോ ഒന്നുമല്ല. അവിടെ എന്താണ് വേണ്ടത്? തെളിവുകളാണ് സയൻസിൽ പ്രാധാന്യം. നെക്സ്റ്റ്, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അങ്ങനെയുള്ള തിയറീസും ആണ്. ഡാറ്റ ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ആർ എസെൻഷ്യൽ ടു സയൻസ്. നമ്മുടെ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലൊക്കെയുള്ള ഡാറ്റകൾ സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആണ്.
ബട്ട് ഫോർ ദം ടു മേക്ക് സം സെൻസ്. അവർക്ക് ഒരു സെൻസ് ഉണ്ടാവണമെങ്കിൽ ഇൻ ഹെൽപ്പിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഈവൻ ദേ മസ്റ്റ് ബി ഓർഡേർഡ് ഇൻ സം വേ. അതുപോലെ തന്നെ അതിന് ഒരു സിസ്റ്റം ഉണ്ട്. ആദ്യം ഇന്നത് ചെയ്യണം, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സയൻസിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ലൈക്ക് സയൻറ്റിസ്റ്റ്, എ സൈക്കോളജിസ്റ്റ് ഓൾസോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് പ്രിൻസിപ്പിൾസ് ടു സമ്മറൈസ് ഡാറ്റ എക്കണോമിക്കലി. ഒരു സയൻറ്റിസ്റ്റിനെ പോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയാലും അവർ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. Therefore, the theories and organization of data in psychological research is systematic. അതുകൊണ്ട് തന്നെ സൈക്കോളജി റിസർച്ചിലും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സൈക്കോളജിയും സയൻസും തമ്മിലുള്ള ഒരു പൊതുവായ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് തിയറീസ് രൂപകൽപ്പന ചെയ്യുന്നത്. നെക്സ്റ്റ്, മെഷർമെൻറ്റ്. അനദർ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് മെനി സയൻസ് ഈസ് മെഷർമെൻറ്റ്. പല സയൻസുകളിലെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന വെച്ചാൽ വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു ഫീച്ചറാണെന്ത്, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കുന്ന ഒരു ഫീച്ചറാണ് മെഷർമെൻറ്റ്. വിച്ച് റെഫേഴ്സ് ടു അസൈൻമെൻറ്റ് ഓഫ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഓർ ഇവൻറ്റ്സ് അക്കോർഡിംഗ് ടു സെർട്ടൻ റൂൾ. പല റൂളുകളിലും ഇന്നത് ഇത്രയൊക്കെയാണ്, അങ്ങനെ പല മെഷർമെൻറ്റ്സും ഉണ്ട്. ഫിസിക്സ് ഈസ് റാങ്ക്ഡ് ഹയസ്റ്റ്. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഫിസിക്സിലാണ്. എമംഗ് ദ സയൻസ് ആസ് ഇറ്റ് ഹാസ് ഡെവലപ്ഡ് ദ മോസ്റ്റ് പ്രിസൈസ് മെഷർമെൻറ്റ്സ്. അതിനാണ് ചെറിയ അണുവിടെ വ്യത്യാസം പോലും മെഷർ ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തിലാണ്, ഫിസിക്സിലാണ്. ലൈക്ക് അതർ സയൻസസ്, സൈക്കോളജി ഈസ് ഓൾസോ ഇൻവോൾവ് മെഷർമെൻറ്റ്സ്. മറ്റ് സയൻസ് ശാസ്ത്രശാഖയെ പോലെ അല്ലെങ്കിൽ സയൻസിനെ പോലെ തന്നെ എന്ത്, സൈക്കോളജിയിലും മെഷർമെൻറ്റ്സിന് വലിയ സ്ഥാനമുണ്ട്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് ടേംസ്. പല ടേമുകളുടെയും ഡെഫിനിഷൻ. കെയർഫുൾ ഡെഫിനിഷൻ ഓഫ് ടേം ഇസ് എസെൻഷ്യൽ ടു ക്ലിയർ തിങ്കിങ് ഇൻ സയൻസ്. സയൻസിൽ ക്ലിയർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് പല ടേമുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആവശ്യമാണ്. ദ പ്രൊസീജിയർ ഇൻ സൈക്കോളജി ഈസ് ഓൾസോ ഡിഫൈൻ കൺസെപ്റ്റ് ബൈ റിലേറ്റിംഗ് ദം ടു ഒബ്സർവബിൾ ബിഹേവിയർ. അതുപോലെ തന്നെ സൈക്കോളജിയിലെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ പല കൺസെപ്റ്റുകളും ഒബ്സർവബിൾ ബിഹേവിയറിലാൽ ഡിഫൈൻ ചെയ്യപ്പെട്ടതാണ്. When we define a concept operationally, we define it in terms of measurable and observable operations. നമ്മളൊരു കൺസെപ്റ്റ് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സൈക്കോളജിയിൽ അതിൽ ചില മെഷറബിളും ഒബ്സർവബിളും ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ദ കൺസെപ്റ്റ് ഓഫ് ലെങ്ത്, ഹൈറ്റ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലെ ലെങ്ത്തും ഹൈറ്റും ഒക്കെ കൺസെപ്റ്റ്സ് പറയുമ്പോൾ, and concepts like intelligence, motivation, personality in psychology are defined in terms of observable operation. സൈക്കോളജിയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ഇൻ്റലിജൻസും മോട്ടിവേഷനും IQ ലെവൽസൊക്കെ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, ഇതൊക്കെ മെഷറബിൾ തിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി പെർഫോംഡ് ടു മെഷർ ദം. ഹൗവർ സൈക്കോളജി കനോട്ട് മെഷർ മെനി ബിഹേവിയർ സച്ച് ആസ് ബ്രേവറി. പല ബിഹേവിയറും നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബ്രേവറി, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ബ്യൂട്ടി, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് കനോട്ട് ബി ഡിഫൈൻഡ് ഓപ്പറേഷനലി. അതുകൊണ്ട് തന്നെ അത് ഓപ്പറേഷനലി ഡിഫൈൻ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ദ എബോവ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോമൺ ടു ഓൾ സയൻസ് ഇൻക്ലൂഡിങ് സൈക്കോളജി. ഇവിടെ മുമ്പോളിൽ പറഞ്ഞ എംപിരിക്കൽ ഒബ്സർവേഷൻ ആയാലും സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി, മെഷർമെൻറ്റ്, ഡെഫിനിഷൻ ഓഫ് ടേംസ്, ഇതൊക്കെ എന്താണ്, സൈക്കോളജിയിലും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സൈക്കോളജി ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സയൻസ്. അത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. സൈക്കോളജി എന്നുള്ളത് എന്താണ്, ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. In physics or chemistry, researchers investigate process and events which remain stable and constant to large extent. ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഒരു തലത്തിൽ പറഞ്ഞാൽ ലാർജ് എക്സ്റ്റെൻറ്റ് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ദിസ് മേക്സ് ഇറ്റ് പോസിബിൾ ടു മെഷർ ആൻഡ് പ്രെഡിക്റ്റ് വിത്ത് എ റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ട് ഏകദേശം എന്താ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, കാര്യം കൃത്യമായിട്ട് മെഷർ ചെയ്യാനും പ്രഡിക്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. പക്ഷേ അതുപോലെ നമുക്ക് എന്ത് ചെയ്യില്ല, മനുഷ്യ മനസ്സിനെ അളന്നു നോക്കിയിട്ട് ഒരു കാര്യവും പ്രഡിക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല.
വിച്ച് ഇസ് ഹൈലി കോംപ്ലക്സ്. നമ്മുടെ മനുഷ്യ മനസ്സെന്താണ്? ഹൈലി കോംപ്ലക്സ് ആണ്. ഒരാൾക്ക് ഒരാളുടെ മനസ്സും കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എത്ര അറിയുന്ന ആളാണെന്ന് വെച്ചാലും നമുക്ക് എന്ത് പറ്റൂല, ആ ഒരു അവസ്ഥയിൽ ഒരാളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും നമുക്ക് പറ്റും എന്നില്ല. അപ്പം അത്രക്കും കോംപ്ലക്സ് ആണ് എന്ത് മനുഷ്യൻ്റെ മനസ്സ്. നോട്ട് ഈസിലി കൺട്രോളബിൾ, നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും അല്ല. ആൻഡ് അപ്പിയേഴ്സ് ടു ബി മച്ച് മോർ അൺപ്രഡിക്റ്റബിൾ ദാൻ റിയാക്ഷൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസസ്. ഫിസിക്കൽ സബ്സ്റ്റൻസ് ആയാലും കെമിക്കൽ സബ്സ്റ്റൻസ് ആയാലും ഇത്ര അളവ് ഇന്ന സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇന്ന രാസപ്രവർത്തനം നടക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ന സിറ്റുവേഷനിൽ ഒരേ സിറ്റുവേഷനിൽ തന്നെ എപ്പോഴും ഒരേപോലെ ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. Whereas other science investigate things around man, psychology studies man itself. മറ്റ് ശാസ്ത്രങ്ങൾ മനുഷ്യന് ചുറ്റുമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? അതേ മനുഷ്യനെ തന്നെയാണ്. അതാണ് അതിലുള്ള ഡിഫറൻസ്. ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ഇൻക്ലൂഡ്, ഏതൊക്കെ മെത്തേഡുകളാണ് സൈക്കോളജിക്കൽ റിസർച്ചിൽ ഉൾപ്പെടുന്നത്? ഒബ്സർവേഷൻ, നമ്മളവരെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യും. ഇൻ്റർവ്യൂ, അവരെ ഇൻ്റർവ്യൂ ചെയ്യും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ എന്തുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള പല ടൂൾസ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. ലബോറട്ടറി എക്സ്പെരിമെൻറ്റേഷൻ, ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് ചെയ്യും. ദ സൈക്കോളജി ഈസ് കാറ്റഗറൈസ്ഡ് അണ്ടർ യങ്ങസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സയൻറ്റിഫിക് ഇൻക്വയറി. സയൻറ്റിഫിക് ഇൻക്വയറിയിലെ ഒരു യങ്ങസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് എന്താണ് സോഷ്യൽ ബിഹേവിയറൽ സയൻസസ്. സോഷ്യൽ സയൻസ് മാത്രമല്ല, സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസിൻ്റെ ഒരു ശാഖയിലാണോ എന്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സൈക്കോളജിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിച്ച് ഓൾസോ ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക്, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് വെച്ചാൽ എന്താണ്? നരവംശാസ്ത്രം, മനുഷ്യരുടെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം. എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫി, ഹിസ്റ്ററി, ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോളജി എറ്റ്സെട്ര, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? സൈക്കോളജി. The first group of science are all physical sciences. ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? ഫിസിക്കൽ സയൻസസ് ആണ്. വിച്ച് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ലൈക്ക്, അതിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതൊക്കെയാണ്. ബയോളജി, ബോട്ടണി, സുവോളജി എറ്റ്സെട്ര. ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു പ്രാക്ടിക്കൽ പ്രോബ്ലം ഈസ് എൻ ആർട്ട്. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലേക്ക് നമ്മുടെ നോളജിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഇറ്റ് ഈസ് ദ സ്കിൽ ഓർ നാക്ക് ഓഫ് ഡൂയിങ് തിങ്സ് which is acquired by study, practice and special experience. അത് എങ്ങനെയാണ് നമ്മൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ആർട്ട് കൈമുതലായിട്ട് വരുന്നത്. സിൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് സൈക്കോളജി ആർ അപ്ലൈഡ് ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലംസ്. സൈക്കോളജിയിലുള്ള പ്രിൻസിപ്പിൾസ് ആയാലും ലോസ് ആയാലും എന്തിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്പർ ഓഫ് സിറ്റുവേഷൻസ്, അത് ഫാമിലിയിലായാലും സ്കൂളിലായാലും ഒരു ഓർഗനൈസേഷനിലായാലും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലായാലും, ആസ് വെൽ ആസ് ട്രീറ്റിംഗ് ബിഹേവിയർ ഡിസോർഡേഴ്സ് ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ്. ദെയർഫോർ ഇറ്റ്സ് എ ബിഹേവിയറൽ സയൻസ്. അത് നമ്മുടെ ബിഹേവിയറൽ ഡിസോർഡേഴ്സും ഇമോഷണൽ പ്രോബ്ലംസും മാറ്റുക മാത്രമല്ല, നമ്മളെ ഹ്യൂമൻ പ്രോബ്ലംസിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, അതൊരു ബിഹേവിയറൽ സയൻസ് ആണ്. അപ്പം നമ്മളിവിടെ എന്താണ് പഠിച്ചത്? സൈക്കോളജി എന്താണ്? ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. Hi students, I hope that you have understood previous sessions, what is psychology, definitions, its origin, and also the characteristics, everything. So let's move on to the next topic, 1.4, the scope of psychology. What is it and what it is not. എന്താണ് സൈക്കോളജി, എന്തല്ല സൈക്കോളജി എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈക്കോളജി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മൾക്ക് പല മനുഷ്യ മനസ്സെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ക്യൂരിയസ് ആണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പലരുടെയും അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. കൂൺ ആൻഡ് മിറ്റർ പറയുന്നുണ്ട്, അവരുടെ വർക്കിൽ നിന്നും അടുത്ത ഭാഗമായിരിക്കാം, അതുകൊണ്ടാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫുട് നോട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സൈക്കോളജി ഈസ് എൻ എക്സൈറ്റിംഗ് ഫീൽഡ്. അതെന്താണ്? നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നൊരു ഫീൽഡാണ്. ഇറ്റ് ഈസ് അറ്റ് വൺസ് ഫെമിലിയർ, എക്സോട്ടിക്, സർപ്രൈസിങ് ആൻഡ് ചലഞ്ചിങ്. അത് നമ്മളെ സർപ്രൈസിങ്ങും ചലഞ്ചിങ്ങും ഒക്കെയാണ്. സൈക്കോളജി ഈസ് അബൌട്ട് ഈച്ച് ഓഫ് us.
നമ്മളൊക്കെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്ത് സൈക്കോളജി എന്ന് വെച്ചാൽ. It asks us to take reflective attitude as we inquire how can we step outside of ourselves to look objectively and how we live, think, feel and act. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിലേമ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ സൈക്കോളജിക്കലി ഉള്ള ഹെൽപ്പുകൾ സൈക്കോളജിസ്റ്റുകളിൽ നിന്നും തേടാറുള്ളത്, അവരോട് നമ്മൾ എൻക്വയർ ചെയ്യാറുള്ളത്. പരമേശ്വരൻ ആൻഡ് ബീന അവരുടെ വർക്കിൽ 2002 അതിൽ നിന്ന് എടുത്തിട്ട് സം പീപ്പിൾ റിഗാർഡ് സൈക്കോളജി ആസ് പാർട്ട് ഓഫ് ഫിലോസഫി. പലരും ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ട് സൈക്കോളജീനെ കാണുന്നുണ്ട്. അതേഴ്സ് ഇക്വേറ്റഡ് വിത്ത് മാജിക്. പക്ഷെ പലരും അതിനൊരു മാജിക് എന്ന് വെച്ചാൽ എന്താണ്, മായജാലം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് കാണുന്നുണ്ട്. സം വ്യൂ ഇറ്റ് ആസ് മാഡ്നസ്. ചിലരതിനെ എന്താണ് ഭ്രാന്തായിട്ടൊക്കെ കാണുന്നുണ്ട്. സ്റ്റിൽ അതേഴ്സ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സൈക്കോളജിസ്റ്റ് ആർ either mystics or mysterious people and their interest in psychology mainly arise from an informed curiosity. അത് മിസ്റ്റിക്കാണ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആണ്, ഇന്നും നമ്മൾ നിഗൂഢമാണ്. സൈക്കോളജിസ്റ്റുകൾ എന്താണ് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വെക്കുന്നവരാണ്. ദെയർ ഇൻട്രസ്റ്റ് ഇൻ സൈക്കോളജി മെയിൻലി അവരുടെ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് അവർക്ക് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റുകൾ അവർ ഇൻട്രസ്റ്റഡ് ആവുന്നത് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ക്യൂരിയസ് ആയതുകൊണ്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ദേ ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ഇഫ് ദേ സ്റ്റഡീഡ് സൈക്കോളജി, അവരുടെ വ്യൂ എന്താണ്, അവർ സൈക്കോളജി പഠിച്ചാൽ ദേ വുഡ് ലേൺ അബൌട്ട് മിറാക്കിൾസ്, മിസ്റ്ററീസ്, മാറ്റേഴ്സ് ആൻഡ് ദാറ്റ് വുഡ് ബി എൻ എക്സോട്ടിക് എക്സ്പീരിയൻസ്. എന്താണ് അവർ പല മിറാക്കിൾസിന് അത്ഭുതങ്ങളെ കുറിച്ചും മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ളതും അതുപോലെ തന്നെ ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മെനി ഓഫ് ദം ഫീൽ ദാറ്റ് ദ മെയിൻ യൂസ് ഓഫ് സൈക്കോളജി ഈസ് ടു ട്രീറ്റ് മെൻ്റലി ഇൽ ഇൻഡിവിജ്വൽസ്. ഞാൻ സൈക്കോളജി എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടാവും എന്താണ്, കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് സൈക്കോളജി എന്ന് വെച്ചാൽ ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുക മാത്രമാണ് എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്നുള്ള പല തെറ്റിദ്ധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്. വൈൽ certainly this is an important area of application ലെവലിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെങ്കിലും it is not the only area. അത് മാത്രമല്ല സൈക്കോളജിയിൽ ആപ്ലിക്കബിൾ ഏരിയ. Today, psychology finds useful application in an individual's life almost from womb to the tomb. അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടേം ശ്രദ്ധിക്കുക, womb to tomb എന്ന് വെച്ചാൽ ഒരാളുടെ ഗർഭപാത്രത്തിലുണ്ടാകുന്ന നമ്മുടെ വോമ്പിലുണ്ടാകുന്ന സമയം മുതൽ നമ്മൾ ടോംബിലേക്ക് എത്തുന്നത് വരെ, ശവകുടീരത്തിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ സമയങ്ങളിലും എന്തുണ്ട്, സൈക്കോളജിക്ക് അതിൻ്റേതായ റോളുണ്ട്. നമ്മൾ വോമ്പിലുണ്ടാകുമ്പോൾ ആർക്കാണ് നമ്മൾ സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത്, അമ്മക്കാണ്. അപ്പം അതുപോലെ കുഞ്ഞ് ജനിച്ചത് മുതൽ ഡിപ്രഷനിലേക്ക് പലർക്കും ആഫ്റ്റർ ഡെലിവറി സ്ട്രെസ് ഉണ്ടാകാറുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ്. അപ്പം അങ്ങനെ എല്ലാ തലത്തിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് സൈക്കോളജി എന്ന് വെച്ചാൽ. സൈക്കോളജി ലൈക്ക് ഓൾ അക്കാദമിക് ഡിസിപ്ലിൻസ്, മറ്റ് അക്കാദമിക് ഡിസിപ്ലിൻസിനെ പോലെ ഹാസ് ഇറ്റ്സ് ഓൺ കൺസെപ്റ്റ് സച്ച് ആസ്, അതിന് അതിൻ്റേതായ കൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, സ്ട്രെസ്, ലേണിംഗ്, മെമ്മറി, തിങ്കിങ്, പെർസെപ്ഷൻസ് എക്സെട്ര. അതിൽ നമ്മുടെ ബുദ്ധിയായാലും നമ്മുടെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ്സ്, നമ്മുടെ അറിവുകൾ, മെമ്മറി, ഇതൊക്കെ അതിൻ്റേതായ കൺസെപ്റ്റുകളുണ്ട്. മെനി ഓഫ് ദ കൺസെപ്റ്റ്സ് ഓഫ് സൈക്കോളജി ആർ ഫെമിലിയർ ടു യു. അതുപോലെ തന്നെ സൈക്കോളജിയിലെ പല കൺസെപ്റ്റുകളും നമുക്ക് ഫെമിലിയർ ആണ്. ബട്ട് മെനി ഓഫ് ദം ആർ ന്യൂ. ചിലത് പുതിയതായിട്ട് പഠിക്കുകയാണ്. ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജി ആർ. സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ഇൻ സൈക്കോളജി ആർ. സൈക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ അതൊക്കെയാണ്. ഒന്ന് നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവുകൾ, ആ ഒരു നെർവസ് സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻസ്, നമ്മുടെ സെൻസുകൾ, നമ്മുടെ ധാരണകളൊക്കെ എങ്ങനെയാണ്.
ലേണിംഗ് ആൻഡ് മെമ്മറി, നമ്മൾ പഠിക്കുന്നതും അതുപോലെ നമ്മുടെ മെമ്മറി പവർ, ഇതൊക്കെ എങ്ങനെയാണ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ഇൻ്റലിജൻസ്, ബുദ്ധി എങ്ങനെയാണ്, ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്, നമ്മുടെ ഭാഷയും നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയും നമ്മളിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സും, അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പം അതുപോലെ ഇമോഷൻസ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഓരോരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുക. അതുപോലെ സ്ട്രെസ്സ്, അതുപോലെ പിന്നെ സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ്, മനഃശാസ്ത്രപരമായിട്ടുള്ള പല ഡിസോർഡേഴ്സ് ഉണ്ടാകും ചിലർക്ക്. വേസ് ഓഫ് ട്രീറ്റിംഗ് ദോസ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ചില ഡിസോർഡേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അമിതവൃത്തി, അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഡിസോർഡറാണ്, അത് ഒരു സിൻഡ്രോമാണ്. അതുപോലെ തന്നെ നമുക്ക് പല ഫോബിയാസ് ഉണ്ട്, വെള്ളത്തിന് ഹൈഡ്രോഫോബിയ, അങ്ങനെയുള്ള പല ഫോബിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഡിസോർഡേഴ്സാണ്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് നമ്മൾ, അതുപോലെ ചിലരിൽ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളത്. നെക്സ്റ്റ് സെക്ഷൽ ബിഹേവിയർ, അതുപോലെ തന്നെ ചിലർക്ക് എന്തുണ്ടാവും, സെക്ഷലി ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും. ആൻഡ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ ഇൻ സോഷ്യൽ സെറ്റിംഗ്സ് സച്ച് ആസ് ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ ഒരാളുടെ ബിഹേവിയറിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, സൈക്കോളജിയിൽ ഉൾപ്പെടുന്നുണ്ട്. ദ ഗോൾസ് ഓഫ് സൈക്കോളജി ലൈക്ക് അതർ സയൻസസ്, അത് സൈക്കോളജിയുടെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ആൻഡ് എക്സ്പ്ലെയിൻ, പ്രൊഡിക്റ്റ് ആൻഡ് കൺട്രോൾ ദ ഫിനോമിന ഇറ്റ് സ്റ്റഡീസ്, അതിൽ പഠിക്കുന്ന എല്ലാ ഫിനോമിനാസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനെ പ്രൊഡിക്റ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഗോള്. സൈക്കോളജി thus attempts to describe, explain, predict and control behavior and a mental process. അപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ മെൻ്റൽ പ്രോസസ്സിനെയൊക്കെ പഠിക്കാനും പ്രഡിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, സൈക്കോളജി ശ്രമിക്കുന്നുണ്ട്. സൈക്കോളജി ആസ് എ സയൻറ്റിഫിക് ബിഹേവിയർ, സൈക്കോളജി ഒരു സയൻറ്റിഫിക് ബിഹേവിയർ ആയിട്ട് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ വൈ ആൻഡ് ഹൗ ഓഫ് ബിഹേവിയർ, നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു, അതുപോലെ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്. ദ നോളജ് ഓഫ് സൈക്കോളജി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു സോൾവ് വേരിയസ് പ്രോബ്ലംസ് ഫേസിങ് ഹ്യൂമൻ ബീങ്സ് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളായാലും വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജി പഠനത്തിലൂടെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സെൽഫ് അസസ്മെൻ്റ് ആണ്. ഈ ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇത്രയും ഭാഗം വായിച്ച് നോക്കിയതിന് ശേഷം ഉള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ചെയ്യാനുള്ള സ്ഥലം അവിടെ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.